ഹലോ, ഞാൻ ഇന്ന് കുറച്ച് അവിൽ നനയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അവിൽ വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തേ ഉരുളിയിൽ. മൊത്തം അങ്ങ് ചൂടാക്കി വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ എടുക്കാമല്ലോ. ഒന്ന് നന്നായിട്ടങ്ങ് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തേട്ടോ. എന്നിട്ട് ചേറ്റിയിട്ട് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് എടുത്ത് കുറച്ച് ആവശ്യത്തിന് മാത്രം. പിന്നെ ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ഈ ഉരുളിയിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അതിന് പാവ് കാച്ചെടുക്കണം. അപ്പോൾ അത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇടയ്ക്കൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാവ് കാച്ചി നല്ല പിന്നെ മുറുകി വരണ്ട, അവിൽ നനയ്ക്കാനുള്ളതല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മളിങ്ങനെ നോക്കിയാൽ മതി, പതുക്കെ ആവുന്നുണ്ട്. പിന്നെ ഞാൻ അതിന് നാളികേരമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു മുറി നാളികേരമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒട്ടി വരുന്നുണ്ട് കേട്ടോ, പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ നാളികേരം ഇട്ടിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആണ് അവിലിടുന്നത് കേട്ടോ. അപ്പം പാവുക ശരിക്ക് കാച്ചി വന്നിട്ടുണ്ട്. ഇനി നാളികേരം കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം, അല്ലെങ്കിൽ നാളികേരം ഇങ്ങനെ പച്ചയ്ക്ക് കിടക്കില്ലേ, അപ്പോൾ ഇതിനകത്തൊന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടും. പിന്നെ അവിൽ ഇടുകയാണ് ചെയ്തേട്ടോ. കുറച്ച് അവിലെടുത്തിട്ടുള്ളൂ. ഇടയ്ക്ക് അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കാമല്ലോ. ഈ അവിൽ നനച്ചതൊക്കെ പിള്ളേർക്ക് ഭയങ്കര കാര്യം കേട്ടോ, നന്നായിട്ട് കഴിച്ചോളൂ. അതും കൂടി ഇട്ട് പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അത് എനിക്ക് ഇതിനകത്ത് കിട്ടിയില്ല കേട്ടോ. ഒരു 3-4 സ്പൂൺ ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതും കൂടി എല്ലാം യോജിപ്പിച്ചെടുത്ത ശേഷം പിന്നെ കാഷ്നട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയും അവിലും ശർക്കരയൊക്കെ കൂടി നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് കിട്ടിയതിന് ശേഷം കുറച്ച് കാഷ്നട്ട് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് പിന്നെ തേങ്ങ കൊത്തും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഏത്തപ്പഴം നുറുക്കിയതും കൂടെ നെയ്യിൽ വരട്ടി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഏലക്കായോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഏലക്കായ ജീരകം ഒക്കെ ചേർക്കും, പക്ഷേ എന്താ ഇവിടുത്തെ അതിന് ഉള്ള ടേസ്റ്റ് ഇവിടെ ആർക്കും അത്ര കാര്യമില്ല, അതുകൊണ്ട് ഇതൊക്കെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അത് വീഡിയോയിൽ കിട്ടിയില്ല. നല്ല ടേസ്റ്റാട്ടോ ഇതുപോലെ അവിൽ നനച്ച് ഈ കാഷ്നട്ടും തേങ്ങക്കൊത്തൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലത്. അത് വാഴയിലയിൽ ഇതുപോലെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അവിൽ നനച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കട്ടി കുറഞ്ഞ് ഇച്ചിരി വെള്ളം കൂടി ആയിക്കഴിഞ്ഞാൽ ഇത്തിരി ജ്യൂസിയൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരാഴ്ചയോളം ഇരുന്നോളും, കേടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇടയ്ക്ക് പിള്ളേർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.